പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സന്തോഷത്തോടെ ആരാധിപ്പാൻ ദൈവം ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസരം കൂടെ ദാനമായി നമുക്ക് നൽകിയത് ഓർത്ത് നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ കരങ്ങൾ ചലനമറ്റതായി തീരാൻ രാത്രി ഇടയാകാതെ ദൈവം അവനെ ഉയർത്തി സ്തോത്രം ചെയ്യുവാൻ തക്കണം ഇടയായല്ലോ. കരങ്ങൾ ഉയർത്താവുന്ന സമയത്ത്, അധരം തുറക്കാവുന്ന സമയത്ത് മാത്രമേ അത് കഴിയത്തുള്ളൂ. അങ്ങനെയുള്ളപ്പോഴെല്ലാം കർത്താവിന് ഒരു മടിയും കൂടാതെ, ലജ്ജ കൂടാതെ അവനെ ആരാധിക്കണം. ഇപ്പോഴാളുകൾക്ക് ലജ്ജയൊന്നുമില്ല എല്ലാവരും, കാരണം ഈ പ്രശ്നം അത്രമാത്രം വലുതായതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ ആളുകൾക്ക് ലജ്ജയൊന്നുമില്ല. ദൈവസന്നിധിയിൽ അങ്ങനെ കർത്താവിനെ ആരാധിപ്പാനായ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ നാം തുടരുമ്പോൾ ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം, ഇതിനി എത്ര നാളിങ്ങനെ പറയാനിരിക്കുന്നത്? ദൈവത്തിൻ്റെ രാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം പറയാവുന്ന കാര്യമാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുക്കൽ നാം ചെല്ലുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ രാജ്യം ഇത്ര വിപുലമായിരുന്നുവോ? അവൻ്റെ രാജ്യത്തിൽ ഇത്രമാത്രം കാര്യങ്ങൾ ഉണ്ടായിരുന്നുവോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അടുക്കൽ അവൻ്റെ ശിഷ്യന്മാർ കടന്നു വന്നിട്ട് പറഞ്ഞു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുന്നു, നീ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ഞാൻ നേരത്തെ ഇവിടെ ഒരു പ്രാവശ്യം മെൻഷൻ ചെയ്തതാണ്, യഹൂദ മതത്തിൽ ജനിച്ചു വളർത്ത ഒരുവന് പല വിധത്തിലുള്ള പ്രാർത്ഥനകൾ അറിയാം. എങ്കിലും കർത്താവിനോട് അവർ ചോദിപ്പാനുള്ള കാരണം, ഗുരുക്കന്മാർ പ്രത്യേകമായി ചില പ്രാർത്ഥനകൾ, പ്രവാചകന്മാർ പ്രത്യേകമായി ചില പ്രാർത്ഥനകൾ അവരുടെ ശിഷ്യന്മാരെ പഠിപ്പിക്കാറുണ്ട്. ഇവർ തമ്മിൽ ഇനിയും കോമ്പറ്റീഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ബൈബിളിൽ എനിക്കറിയത്തില്ല. നിൻ്റെ ഗുരു പഠിപ്പിച്ചതാണ് നല്ല പ്രാർത്ഥന, എൻ്റെ ഗുരു പഠിപ്പിച്ചത് ഇതാണ്. പ്രാർത്ഥനയിലൊക്കെ കോമ്പറ്റീഷൻസ് ഉണ്ടാകാറുണ്ട്, നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ട് ചില സമയങ്ങളിലൊക്കെ. എന്നാൽ ഇവിടെ അങ്ങനെയാണോ എന്നോർത്തില്ല. ഏതായാലും കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ആദ്യമേ തുടങ്ങിയ എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ രാജ്യം വരയണമേ. അത്ര പ്രാധാന്യമുള്ളതായിട്ടാണ് കർത്താവ് പ്രാർത്ഥനയിൽ ആദ്യം തന്നെ അവരെ അത് പഠിപ്പിച്ചത്. മാത്രമല്ല, നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് കർത്താവ് പ്രസംഗിച്ചത് മുഴുവൻ എന്തിനെക്കുറിച്ചായിരുന്നു? ദൈവ രാജ്യത്തെക്കുറിച്ചായിരുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് സഭയുടെ ആ പൂർണ്ണരൂപം നാം കാണുന്നത്. പുതിയ ലേഖനങ്ങളിൽ വരുമ്പോൾ. എന്നാൽ കർത്താവ് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് അതിനെ നമ്മളൊന്നിച്ച് ഞാൻ പറഞ്ഞല്ലോ, ദൈവസഭ ദൈവരാജ്യത്തിൻ്റെ സെൻട്രൽ ഫോക്കസാണ്, അതിൻ്റെ ഭാഗമാണ്. എന്നാൽ ദൈവസഭ എന്ന് പറയുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ഓൾ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ രാജ്യത്തിൽ അതിലൊക്കെ ഉണ്ട്, അതിൽ അധികമായി ഉണ്ട്. ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി അത് തീർന്നത് കൊണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുമാണ് ആ വാഗ്ദത്തം നമുക്ക് സത്യമായി തീർന്നത്. ദൈവരാജ്യത്തിൻ്റെ ഭാഗമല്ലാത്ത ഒരു സഭയോടും യേശുക്രിസ്തുവിന് പറയുവാൻ കഴിയുകയില്ല, പാതാള ഗോപുരങ്ങൾ നിങ്ങളെ ജയിക്കുകയില്ല എന്ന്. അപ്പോൾ മനസ്സിലാക്കണം, വി ആർ ലേണിംഗ് അബൌട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് primarily for myself, we believing Christians, more than the other people around us. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും അറിയേണ്ടതും ഞാനും നിങ്ങളുമാണ്. അത് കഴിഞ്ഞാണ് മറ്റുള്ളവർക്ക് അത് ബാധകം. ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമം ഏറ്റവും കൂടുതൽ പാലിപ്പാനും പഠിപ്പാനും അറിയുവാനും ബാധ്യതയുള്ള ആർക്കാണ്? ഈ രാജ്യത്തുള്ളവർക്കാണ്. നോർത്ത് കൊറിയയിൽ പോയാൽ നിയമങ്ങൾ വേറെയാണ്, അവിടുത്തെ രാജ്യത്തിലെ ആളുകളുടെ നിയമം പഠിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ലേൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദ വേർഡ് ഓഫ് ഗോഡ് ഗിവ്സ് us ഫ്രം ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് ദി ഇറ്റേണൽ ദാറ്റ് കനോട്ട് ബി ചേഞ്ച്. ആ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രിൻസിപ്പിൾ, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ, അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് അവൻ്റെ സഭയാണ്. വാഗ്ദത്തം പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക്. ധാരാളമായി പറഞ്ഞതുകൊണ്ട് ഞാൻ മുമ്പോട്ട് കടന്നു വരട്ടെ. റിഗാർഡിംഗ് ഗോഡ്സ് കിങ്ഡം, മേക്ക് നോ മിസ്റ്റേക്ക്, ഇറ്റ് വിൽ എക്സിസ്റ്റ് ഫോർ എവർ. അതിനെ മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല.
ഗോഡ്സ് കിങ്ഡം വിൽ എക്സിസ്റ്റ് ഫോർ എവർ. ദൈവത്തിൻ്റെ രാജ്യം എന്നും നിലനിൽക്കും. ദൈവത്തിൻ്റെ വചനം എന്നും പ്രസക്തമാണ്, എന്നും അത് അവസാന വാക്കുമാണ്. ഇറ്റ് ഈസ് ഓൾവേസ് റെലവൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ഫൈനൽ. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, ഹെബ്രായ ലേഖനത്തിനകത്ത് പറയുമ്പോൾ ഒരു ഭാഗം അവിടെ പറയുന്നത്, നാം ആരുടെ അടുക്കലാണ് വന്നിരിക്കുന്നത് പറയുമ്പോൾ അനേകായിരം ദൂതന്മാരുടെ സർവ്വസഭയ്ക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പ്രത്യേകമായി പറയുന്നുണ്ട്, സകലരെയും ന്യായം വിധിക്കുന്ന ന്യായാധിപതിക്കും. ഒരു കാര്യം മനസ്സിലാക്കണം, പല രാജ്യങ്ങളിലും രണ്ട് സിസ്റ്റമുണ്ട്, ലീഗൽ സിസ്റ്റം ആൻഡ് എക്സിക്യൂട്ടീവ് സിസ്റ്റം. ലീഗൽ സിസ്റ്റത്തിൽ എക്സിക്യൂട്ടീവ്സിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ, മന്ത്രിമാർക്ക് തെറ്റ് വന്നാൽ എങ്ങോട്ടാണ് പോകുന്നത്? ലീഗൽ സിസ്റ്റത്തിലോട്ട് പോകും. അവിടെ ഒരിടത്ത് നടക്കാതെ വരുമ്പോൾ അടുത്ത കോർട്ടിൽ പോകും, സുപ്രീം കോർട്ടിൽ വരെ അത് പോകും. സുപ്രീം കോർട്ട് വിധിച്ചാൽ പിന്നെ അതിനപ്പുറത്ത് വിധിയില്ല. അപ്പോൾ രാജ്യം ഭരിക്കുന്നവർക്ക് തെറ്റ് പറ്റിയാൽ, സ്വാധീനം അനുഭവിച്ച് മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ, നോർമൽ കേസിൽ അവർക്ക് വന്നാൽ ഉടനെ കോടതിയെ ആശ്രയിക്കാം. എന്നാൽ നിങ്ങൾ ചിന്തിച്ച്, രാജാവും കോടതിയും ഒന്നു തന്നെയാണെങ്കിൽ, രാജാവ് കൽപ്പിക്കുന്ന കൽപ്പനയെ മാറ്റുവാൻ മറ്റൊരു കോടതി ഇല്ല. ഇതാ ദൈവത്തിൻ്റെ പ്രത്യേകത. അവൻ രാജാവും കർത്താവും മാത്രമല്ല, എല്ലാവരെയും ന്യായം വിധിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് അവൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. കാരണം അവനാണ് ഫൈനൽ വേർഡ്. God's word is final. God's word is relevant. This black covered book has been preached to the generations for a long time. എത്ര വർഷങ്ങളായിട്ട് പ്രസംഗിക്കുകയാണ്. ഈ വചനത്തിന് ഒരു മാറ്റവുമില്ല. ഈ വചനം ഇന്നും റെലവൻ്റാണ്. ഇന്ന് കോണ്ടെക്സ്റ്റ് മാറുമ്പോഴും ദൈവത്തിൻ്റെ വചനത്തിന് വ്യത്യാസം വരുന്നില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇപ്പോഴെല്ലാം കോവിഡിനെ കുറിച്ചുള്ള കോണ്ടെക്സ്റ്റിലാണ് പ്രസംഗങ്ങളും മെസ്സേജസും എല്ലാം കിട്ടുന്നത്. ദാറ്റ്സ് നോട്ട് റോങ്, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ബിഗർ പിക്ചറും ബിഗർ തീമും മറന്നു കളഞ്ഞിട്ട് ഒരു കോണ്ടെക്സ്റ്റിൽ നാം നിൽക്കരുത്. കാരണം ഈ കോണ്ടെക്സ്റ്റ് മാറും. ഈ കോണ്ടെക്സ്റ്റ് മാറി. ഇപ്പോൾ തന്നെ ഈ കോവിഡിൻ്റെ കോണ്ടെക്സ്റ്റ് മാറിയിട്ട് ഹറിക്കെയിൻ്റെ സീസൺ വരാൻ പോവാണ്. ഇൻസിഡൻ്റലി ദി അതർ ഡേ ഓൺ ഫ്രൈഡേ ജഡ്ജ് KP George asked me to join a panel of religious leaders and others along with the city executives to discuss about the hurricane season and also the COVID condition, just an update. So while I was listening to that, ഞാൻ ആ സംസാരമൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഇവിടെ മാസ്ക് വെക്കുന്നത് കമ്പൽസറി ആക്കിയിട്ടില്ല. പക്ഷെങ്കിൽ ഇവിടെ നിന്ന് ഫോർട്ട് ബെൻ കൗണ്ടി കടന്ന് ഹാരിസ് കൗണ്ടിയിലോട്ട് നിങ്ങളുടെ കാറ് കയറിയാൽ, ഞങ്ങൾ ഹ്യൂസ്റ്റണിലാണ്, ഞങ്ങൾ അമേരിക്കയിലാണെന്നൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല, മാസ്ക് ഇല്ലെങ്കിൽ 1000 രൂപ പോക്കറ്റിൽ കരുതിക്കണം. കാരണം എന്താ അറിയാമോ, ആ ബൗണ്ടറി കടന്നപ്പോൾ മറ്റൊരു നിയമം. ഞാൻ കോണ്ടെക്സ്റ്റിലോട്ട് മടങ്ങി വരട്ടെ. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് ഒരു കാര്യമുണ്ട്, എങ്കിലും ജനറൽ പിക്ചർ അവിടെ നിൽക്കുകയാണ്. സ്കൂളിലൊക്കെ ഞങ്ങൾ കൊച്ചുകുട്ടികളായിട്ട് വളരുമ്പം എല്ലാ ക്ലാസ്സിലും ചിലപ്പം ഡ്രാമ കോമ്പറ്റീഷൻസൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് അതിന് ബാക്ക്ഗ്രൗണ്ട് പിന്നെ തുണിയിലൊക്കെ വരച്ച് എങ്ങനെയൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഉദാഹരണം, ഒരു രാജാവിൻ്റെ സിംഹാസന മുറി ഇരിക്കുമ്പോൾ രാജാവ് ഉത്തരം പുറപ്പെടുപ്പിക്കണമെങ്കിൽ അതിന് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് അവിടെ വേണം. 2 പടയാളികൾ, പുറകിൽ ആ ക്യാൻവാസിനകത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ കുറേ തൂണുകൾ എല്ലാം വേണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സാധു മനുഷ്യനെ വിധിക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ ഒരു കാര്യം കേൾക്കുകയോ ചെയ്യുമ്പോൾ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു കാര്യമാണെങ്കിൽ അവൻ്റെ വീട്ടിലെ ചട്ടിയും കലവും അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ രാജാവ് സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറും, പക്ഷേ ഹോൾ തീം ഓഫ് ദി ഡ്രാമ ഹാസ് നോട്ട് ചേഞ്ച്. അതിനൊരു തീമുണ്ട് എന്ന് പറയുന്നത് പോലാണ് കോവിഡ് വരും പോകും, ഹറിക്കേൻ വരും പോകും, സമൃദ്ധിയുള്ള സമയങ്ങൾ വരും പോകും, കഷ്ടങ്ങളുടെ സമയം പോകും. ദൈവത്തിൻ്റെ വാക്കുകൾ, അവൻ്റെ വചനങ്ങൾ, അവൻ്റെ പ്രിൻസിപ്പിൾസ്, അവൻ്റെ കിങ്ഡം എന്നേക്കും നിലനിൽക്കുന്നു. അതിന് വ്യത്യാസമില്ല. സാഹചര്യങ്ങൾ കൊണ്ട് മാറ്റാനൊക്കുന്നതല്ല അവൻ്റെ പ്രിൻസിപ്പിൾസ്. അതുകൊണ്ടാണ് ഇത് നമുക്ക്. എന്നാൽ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ളതെല്ലാം അതിലുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ജീവനും
ഭക്തിക്കും ആവശ്യമുള്ളത് എല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ. അപ്പോൾ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്, ദ കിങ്ഡം വിൽ ഓൾവേസ് എക്സിസ്റ്റ്, ദ വേർഡ് ഈസ് ഓൾവേസ് റെലവൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഫൈനൽ. ഗോഡ്സ് പ്രോമിസസ് ആർ അവർ ഓൺലി ഹോപ്പ്. അതുകൊണ്ടാണ് പിന്നെയും ഞായറാഴ്ചകളിലും മറ്റു സമയങ്ങളിലും കർത്താവിൻ്റെ വചനവുമായി നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലവ്. ദി ഇക്കോണമി ഗോഡ് ഈസ് റണ്ണിങ്. ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞ് മുമ്പോട്ട് ഞാൻ കടന്നു പോകാനാണ്. ലെറ്റ് ഗോഡ് ബി ഗോഡ്, ലെറ്റ് ഗോഡ് ബി ദ മാനേജർ ഓഫ് എവറിത്തിങ്. അവൻ തന്നെ ഭരിക്കട്ടെ. നാം ഇവിടെ നിൽക്കുമ്പോഴും നാം ഒരു കാര്യത്തെ നിയന്ത്രിക്കുമ്പോഴും നമ്മൾ പറയണം, ഇന്ന് രാവിലെ കർത്താവേ എന്നെ ഈ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ ഈ കാര്യം ചെയ്യുന്നു, എന്നാൽ നിൻ്റെ റൂള്, നിൻ്റെ ഭരണമായിരിക്കണം ഇതിൽ ആത്യന്തികമായി നിലനിൽക്കേണ്ടത്. രാജാക്കന്മാർ, ഭരണാധികാരികൾ അത് പറയുവാൻ തക്കണം ഇടയാകട്ടെ. അവൻ്റെ അടുക്കിൽ നിന്ന് ഓടിപ്പോകാൻ നമുക്ക് കഴിയത്തില്ല, ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിന്ന്. If you run away from God's kingdom, you will only end up in the devil's kingdom. There is not a third choice. If you run away from God's kingdom, ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് നാം ഓടി പോയാൽ പിന്നെ ചെന്ന് നിൽക്കുന്നത് സാത്താൻ്റെ രാജ്യത്തിൽ മാത്രമാണ്. സാത്താൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ രാജ്യവും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞിടെയെല്ലാം ഫേവർ ഓഫ് ദ ലോർഡിനെ കുറിച്ച് ടോമി ടെന്നി എഴുതിയ ഒരു ബുക്ക് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അതിനകത്തിൽ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഞാൻ പറയട്ടെ. ഈ ഒരു സൺഡേയിലെ കാര്യത്തിൽ, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദി പൊട്ടൻഷ്യൽ ഓഫ് വൺ എൻകൗണ്ടർ. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദി പൊട്ടൻഷ്യൽ ഓഫ് വൺ എൻകൗണ്ടർ. Esther encountered the king, and that one encounter changed her whole scenario and the future of her people. എസ്തേറിൻ്റെ രാജ്യത്തിലുള്ള അവൻ യഹൂദ ജാതിയുടെ മുഴുവൻ കാര്യത്തെ മാറ്റിമറിപ്പാൻ കഴിവുള്ളതായിരുന്നു ആ ഒരു എൻകൗണ്ടർ. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്, ഇഫ് യു ഹാവ് കം ടു ദ പ്രസൻസ് ഓഫ് ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ ലോർഡ് ഓഫ് ദ ലോർഡ്സ്, never underestimate the potential of one encounter. This morning, as we preach from this pulpit and you are hearing from your homes, if you can turn this as, or ask the Lord to make this as an encounter with the Lord rather than just listening to a preaching, let me tell you that you cannot underestimate it, because it can change your life forever. ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഒരിടത്തിരിക്കുമ്പോൾ, ഇന്നലെ രാത്രി പ്രിയ മാത്യു അതിനെക്കുറിച്ച് പറയുവാൻ തക്കണ ഇടയായി തീർന്നു. ഒരു മനുഷ്യൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ ഇന്ന് രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞു. എങ്കിലും അവനോട് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വിടുതലിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ആ രാത്രി അവന് ചേഞ്ച് വന്നു. രാവിലെ അവർ ഭയപ്പെട്ടാണ് അവരെ വിളിച്ചത്. പക്ഷെങ്കിൽ he was still alive. Hallelujah. And he is still alive. കാരണം എന്താണെന്നറിയാമോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അടുത്ത ഒരു പ്രസംഗം എന്ന് ചിന്തിക്കാതെ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ സിംഹാസന മുറി എൻ്റെ മുറിയിൽ തുറന്നു തന്നിരിക്കുകയാണ്. ഞാൻ രാജാവിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. കർത്താവാണ്. ഐ ആം പ്ലേസ്ഡ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് നാം പറയുകയാണെങ്കിൽ ഇന്ന് നമ്മളെ വ്യത്യാസപ്പെടുത്തുവാൻ തക്കണിടയാതെ ദൈവത്തിൻ്റെ കിങ്ഡം. എന്നിട്ട് ടെനി പറയുന്നൊരു കാര്യമുണ്ട്. അതായത് യഹൂദന്മാരുടെ വലിയ കഷ്ടതയെക്കുറിച്ചും വിടുതലിനെക്കുറിച്ചും പറയുന്ന എസ്തേറിൻ്റെ പുസ്തകം ഹിറ്റ്ലർ വായിക്കാൻ തക്കവണ്ണം ഒരിക്കലും അനുവദിച്ചിട്ടില്ല. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോകും. കാരണം കോൺസെൻട്രേഷൻ ക്യാമ്പ് ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് ഡെസ്പറേറ്റ്നെസ്. ഒരാശയും പ്രതീക്ഷയും ആളുകൾക്ക് ഉണ്ടാകരുത്. ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു റിവോൾട്ടും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് അതിനെ ഒരു വലിയ അന്ധകാരത്തിൽ നിറഞ്ഞൊരു സ്ഥലമാക്കി തീർക്കുവാൻ തക്കണം ആഗ്രഹിച്ചു. എന്നാൽ ചിലരൊക്കെ എസ്തേറിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഉള്ള കൂട്ടത്തിൽ എസ്തേറിൻ്റെ ഈ ബൈബിളൊക്കെ കൊണ്ടുപോയിട്ട് എസ്തേറിൻ്റെ പുസ്തകം രാവിലെയും വൈകിട്ടും എല്ലാം വായിക്കും. എന്തിനാണെന്നറിയാമോ? ദൈവമേ ഹല്ലേലൂയ, ഒരു വലിയ ശക്തിമാനായ രാജാവിൻ്റെ മുമ്പിൽ മുഴുവൻ നശിക്കും, എല്ലാ ജനവും മരിക്കും എന്ന് പറഞ്ഞപ്പോൾ നീ ഇടപെട്ട് നിൻ്റെ അത്ഭുതത്താൽ നിൻ്റെ ജനത്തെ ഒരിക്കൽ വിടുവിച്ചതുപോലെ ഇന്നും ഞങ്ങളെ വിടുവിപ്പാൻ നീ ശക്തനാണല്ലോ എന്നുള്ള പ്രതീക്ഷ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അവർക്ക് ലഭിച്ചു. അത് ചെയ്തിട്ടില്ല. എന്നാൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗോഡ്സ് ക്യാമ്പ് ആൻഡ് ദ ഡെവിൾസ് ക്യാമ്പ് ഈസ്, ശത്രുവിൻ്റെ ക്യാമ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് ഓൾവേസ് കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. ദോസ് ക്യാമ്പ്സ് ആർ ഡിസൈൻഡ് ടു അൾട്ടിമേറ്റ്ലി കിൽ യു. പിശാചിൻ്റെ രാജ്യത്തിലെ ക്യാമ്പ്സൊക്കെ എത്ര മനോഹരമാണെങ്കിലും അവിടെയുള്ള ആളുകളെ ആഹാരം തരാമെന്നൊക്കെ പറഞ്ഞ ഗ്യാസ് ചേമ്പർ കയറിയാലും ഇറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി ഡിസൈൻഡ് ടു കിൽ പീപ്പിൾ.
നമ്മുടെ ജീവിതത്തെ നശിപ്പിപ്പാൻ, നമ്മുടെ നിത്യതയെ നശിപ്പിപ്പാൻ, നമ്മുടെ ഭാവി പ്രത്യാശയെ നശിപ്പിപ്പാൻ. ഹല്ലേലൂയ. ദൈവം നമുക്ക് വച്ചിരിക്കുന്നുള്ള ആ ഇളകാത്ത രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകളെ നമ്മിൽ നിന്ന് മാറ്റിക്കളവാനാണ് പലപ്പോഴും നല്ല ക്യാമ്പ്സിലൊക്കെ കൊണ്ട് നമ്മളെ ആക്കി, നല്ല സാഹചര്യങ്ങളിൽ നമ്മളെ ആക്കുമ്പോഴും ഇഫ് ഇറ്റ് ഈസ് ഡെവിൾസ് ക്യാമ്പ്, mind you that it is a concentration camp. It is ultimately designed to annihilate you. എന്നാൽ ദൈവത്തിൻ്റെ ക്യാമ്പിൽ അല്പം കറക്ഷൻസ് ഒക്കെ ഉണ്ടായാലും ഇറ്റ് ഈസ് കോൾഡ് എ കറക്ഷണൽ ഫെസിലിറ്റി. ഇറ്റ് ഈസ് എ കറക്ഷൻ ക്യാമ്പ്. ഇറ്റ് ഈസ് നോട്ട് ടു കിൽ യു, ഇറ്റ് ഈസ് നോട്ട് ടു അനിഹിലേറ്റ് യു. യങ് പീപ്പിൾ, ലിസൺ ടു മീ, ദാറ്റ് വെൻ യു ആർ under the principle of the kingdom of God, even if you have to go through some kind of difficulties, restrictions, you must understand that it is the correction place where you will come out as victorious out of that. അതിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ ഇതും ഒരു കറക്ഷൻ്റെ ക്യാമ്പാകാം, കോൺസെൻട്രേഷൻ ക്യാമ്പാകാം. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ ഈ സീസൺ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ സീസൺ ഓഫ് കറക്ഷൻ ഫോർ ദം. എന്നാൽ അതിനെ നമ്മൾ ഗവനിച്ചില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ സീസൺ ഓഫ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഫോർ ആസ്. ഇത് കഴിയുമ്പോഴത്തേക്ക് ആളുകൾ അതുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിലേക്കുള്ള ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ അത് നമ്മളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. അന്ത്യകാലമാണെന്നൊക്കെ ആളുകൾ പറയുകയും അന്ത്യകാലത്തെക്കുറിച്ച് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ത്യകാലം എങ്ങനെ വരും, എന്താണ് അതിൻ്റെ അടയാളം, ഇതൊക്കെ പറയുന്നതിനേക്കാളും കൂടുതൽ, അത് ആവശ്യമുണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ ഞാൻ താമസിക്കുന്ന ഈ കാലത്തിൽ എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്ന് ചോദിപ്പാനുള്ള അവസരമാക്കി ഈ അവസരത്തെ കർത്താവ് തീർക്കട്ടെ. ഞാനൊരു വേദഭാഗം വായിപ്പാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ, നേരത്തെ ഇവിടെ വായിച്ചതാണ്, അതിൻ്റെ 10-ാം വാക്യം. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരപാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുന്ന ഭാഗത്ത് വാസ്തവത്തിൽ കർത്താവിനെക്കുറിച്ച് പറയുമ്പോഴും ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളാണ് ഇവിടെ പറയുന്നത്. എന്താണ് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ? നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങളിൽ താമസിക്കുന്നത് ആരാണെന്ന് നോക്കണം. You can exist in the kingdom of God when you allow God's kingdom to exist in you. Only when you allow God's kingdom to exist in you, you will be able to exist in the kingdom of God. അതാണ് ഇത് പാരാഫ്രൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, യേശു ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, കർത്താവ് പ്രകാരം പറഞ്ഞു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും, ഞാൻ അവനിലും അവൻ എന്നിലും. ഈ പ്രിൻസിപ്പിൾ ബൈബിളിലുടനീളം നാം കാണുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, യേശുവിനെ മരിച്ചത് ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ, യേശു നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ അവനെ ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവിനാൽ അവൻ നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഈ പ്രിൻസിപ്പിൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പിന്നെയും ചിന്തിക്കാം. കൊരിന്ത്യർ ലേഖനത്തിലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം 4:6 ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. യേശുവിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ നമ്മളിലുള്ളപ്പോൾ, ഞാൻ ഏറ്റവും വളരെ എക്സൈറ്റ്മെൻ്റായിട്ട് വായിക്കുന്ന ഓതേഴ്സിലൊരാളാണ് C.S. ലൂയിസ്. അദ്ദേഹം ഒരിക്കൽ പ്രകാരം പറഞ്ഞു, when the sun rises I see the sun and I am happy, but I am not only happy seeing the sun, in the light of the sun I see everything. Praise the Lord. Hallelujah. സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യനെ മാത്രമല്ല കാണുന്നത്, അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ സകലവും കാണുകയാണ്. ആ നിമിഷത്തിൽ എനിക്ക് ഇരുട്ടില്ല, എനിക്ക് ഭയമില്ല, എനിക്ക് അൺസർട്ടനിറ്റി ഇല്ല, എല്ലാം സത്യമല്ലേ? നമ്മൾ രാത്രിയിൽ വന്നാൽ ഏത് രാജ്യം എത്ര ശക്തിയോടെ വെളിച്ചം തെളിയിച്ചാലും സൂര്യൻ ഇരുണ്ടു പോകുന്ന ഒരു സമയത്ത് എന്തെല്ലാം ചെയ്താലും ഒരു ഏരിയയിൽ മാത്രമേ അവർക്ക് വെളിച്ചം പരത്തുവാനൊക്കത്തുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ നിന്ന് പോകും. എന്നാൽ സൂര്യൻ ഉയരുമ്പോൾ സൂര്യനെ മാത്രമല്ല കാണുന്നത്, നമ്മൾ ചുറ്റുപാടും നോക്കി നമ്മൾ എന്താ കാണുന്നത്? എല്ലാം കാണുകയാണ്. നമുക്ക് നേരിടുന്ന വലിയ പ്രയാസങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് കാണുകയാണ്. നമുക്ക് നേരെ പതിയിരിപ്പുണ്ടെങ്കിൽ അവർ മാറിപ്പോവുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം എൻ്റെ ഉള്ളിൽ വിളങ്ങുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്നോട് പറയുകയാണ്, നീ മറ്റൊരു വെളിച്ചത്തിൻ്റെ പുറകെ, നീ മറ്റൊന്നിൻ്റെ പുറകെ ഓടി നടക്കേണ്ട ആവശ്യമില്ല. When the sun rises, you are not only seeing the sun, you are seeing
എവറിഥിങ് ബിക്കോസ് ഓഫ് ദാറ്റ്. ഇതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യാശ. ഹല്ലേലൂയ. ഈ വെളിച്ചമില്ലാത്ത സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് പ്രകാശിക്കണമെങ്കിൽ അവൻ നമ്മളിൽ വന്ന് വസിക്കുമ്പോൾ നാം നമ്മെ തന്നെ അവൻ്റെ കരങ്ങളിലേക്ക്, അത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെയും ഒക്കെ സ്വീകരിക്കുന്നില്ല. മറ്റു ചിലർ പരിശുദ്ധാത്മാവ് മാത്രം മതി, ഇതിനകത്തൊക്കെ എല്ലാം പ്രോബ്ലമുണ്ട്. കാരണം ദൈവത്തിനെ അങ്ങനെയൊന്നും മാറ്റുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഞാനിങ്ങനെ മനസ്സിൽ ചോദിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ വചനം ഇത്രമാത്രം പഠിച്ചിട്ടും ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയും അതിൻ്റെ ശക്തിയും എന്തുകൊണ്ടാണ് ആളുകൾക്ക് മനസ്സിലാകാതിരിക്കുന്നത്? അതൊരു വലിയ പ്രശ്നമല്ലയോ? അതെന്നാ ശരിക്കും അത് മനസ്സിലാകാത്തതുകൊണ്ട്. ഇനി തിരിച്ച് പരിശുദ്ധാത്മാവ് അന്യഭാഷ മാത്രം പറയുന്നവർ നാം ഉൾപ്പെടെ നമ്മളോട് ചോദിക്കണം, എൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞാൻ രാവിലെയും വൈകിട്ടും പറഞ്ഞിട്ടും നിൻ്റെ വചനത്തിലെ സത്യവും നിൻ്റെ പ്രിൻസിപ്പിളും എനിക്കെന്നാ മനസ്സിലാകാത്തത്? ഈ ചോദ്യം നമ്മൾ ചോദിക്കണം. ഇത് ചോദിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രിൻസിപ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ഇടയാകത്തുള്ളൂ. അവൻ്റെ വചനം പൂർണ്ണമാണ്, അവൻ്റെ ആത്മാവാണ് ആ വചനത്തിലേക്ക് നമ്മെ നടത്തുന്നത്. The existence of the kingdom of God is so relevant for us. നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. അവൻ്റെ ഇക്കോണമി, ദി എക്സിസ്റ്റൻസ് ഓഫ് ദി കിങ്ഡം ഓഫ് ഗോഡ്. 3 കൊച്ചു പോയിൻ്റ് കൂടെ പറഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ പ്രിൻസിപ്പിൾ പ്രശ്നം ഉണ്ടാകുന്നത് പോലെ തന്നെ പരിഹാരങ്ങളും ഉണ്ടാകുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കോണ്ടക്സ്റ്റ് വിടാതെ ഞാൻ പറയുകയാണ്, ഈ ദിവസങ്ങളിലെല്ലാം ഏറ്റവും കേൾക്കുന്ന ഇൻഫെക്ഷൻ എന്നുള്ള വാക്കാണ്. ഞാൻ ഗുഡ് ഇൻഫെക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കതില്ല, ഞാൻ കേട്ടിട്ടില്ലായിരുന്നു അൺടിൽ ഐ റെഡ് C.S. ലൂയിസസ് മിയർ ക്രിസ്ത്യാനിറ്റി. C.S. ലൂയിസിൻ്റെ മിയർ ക്രിസ്ത്യാനിറ്റി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പേരൻസ് അവരോട് പറയണം വായിക്കാൻ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡിഫെൻസ് ഓഫ് ഫെയ്ത്ത്. C.S. ലൂയിസിൻ്റെ പുസ്തകത്തിനകത്ത് മിയർ ക്രിസ്ത്യാനിറ്റിക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ദർ ഈസ് സംതിങ് കോൾഡ് ഗുഡ് ഇൻഫെക്ഷൻ. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു, കേംബ്രിഡ്ജിലെയും ഓക്സ്ഫോർഡിലെയും. അതുകൊണ്ട് അദ്ദേഹം അത് കോയിൻ ഔട്ട് ചെയ്തതാണ്, എൻ്റെ അല്ല. അങ്ങനെ ഒരു വാക്കില്ലെന്നൊന്നും അതുകൊണ്ട് എന്നോട് തർക്കിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഡിക്ഷണറിക്കകത്ത് നോക്കി, ഇൻഫെക്ഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പരമാർത്ഥത്തിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് നെഗറ്റീവ് സൈഡിലാണെങ്കിലും അതിനർത്ഥം ഇത്രമാത്രമേ ഉള്ളൂ, എനിത്തിങ് ദാറ്റ് ഈസ് കമ്മ്യൂണിക്കബിൾ, എനിത്തിങ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ്, പകർന്നു കൊടുക്കുവാൻ കഴിയുന്നത്, വേറൊരാൾക്ക് കൊടുക്കുവാൻ കഴിയുന്നത്. ആ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, ക്രൈസ്റ്റ് ഈസ് അവർ ഗുഡ് ഇൻഫെക്ഷൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രമാത്രം അവൻ്റെ അടുക്കലോട്ട് നാം പോകുന്നുവോ അത്രമാത്രം അവൻ്റെ സ്വഭാവം നമ്മളിലേക്ക് അവൻ പകരുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ ക്യാച്ച് ചെയ്യാൻ നമുക്ക് പറ്റാത്തത്? ഒരു ബുക്കുണ്ട്, ക്രിസ്ത്യാനിറ്റി ഈസ് ക്രൈസ്റ്റ്. അത് ഒരു ബ്യൂട്ടിഫുൾ ബുക്കാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വായിക്കുന്നത് നല്ലതാണ്. ദ മോർ യു കം ക്ലോസർ ടു ഹിം. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ കോവിഡിനെ പേടിക്കുന്നതിനേക്കാളും കൂടുതലാണ് കർത്താവിൻ്റെ പ്രിൻസിപ്പിളിനെ പലപ്പോഴും പേടിക്കുന്നത്. കാരണം അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു, നമുക്കിഷ്ടമുള്ളത് ചെയ്യാൻ തക്കവണ്ണം പറ്റുന്നില്ല. ഒരു നല്ല ശക്തിയേറിയ തജ്ജനം ചെയ്യുന്നൊരു പ്രസംഗം കേട്ടാൽ ഉടനെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. കാരണം എന്താണെന്നറിയാമോ? ഇതെന്നെ പിടിക്കുമോ? നമ്മൾ 6 അടിയല്ല, നമ്മൾ 60 അടി മാറി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ C.S. ലൂയിസ് ഒരു കാര്യം പറഞ്ഞു, only when you go closer to fire you get warm, only when you go into the water you will get wet. ഹല്ലേലൂയ. നിനക്ക് നനയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെള്ളത്തിനടുക്ക് പോകാതെ അത് നടക്കത്തില്ല. നിനക്ക് ചൂടാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ ചൂടുള്ള ഒന്നിൻ്റെ അടുക്കിലേക്ക് പോ. So he is inviting his people. At that time, an intelligent man who refused to believe the existence of God later on became an ardent believer of God. And he says that I have seen the contagious nature of Christ and that has completely taken me over. Hallelujah. അപ്പോൾ അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഇൻഫെക്ഷനെ എല്ലാം ഭയക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ചിന്തിക്കാം. ഈ ഇൻഫെക്ഷനൊക്കെ അവിടെ കിടക്കട്ടെ. ലെറ്റ് മീ ഗെറ്റ് ദ ഗുഡ് ഇൻഫെക്ഷൻ ഫ്രം ക്രൈസ്റ്റ് ജീസസ്. ലെറ്റ് മീ ഗോ ക്ലോസർ ടു ഹിം. പൗലോസ് അത് തന്നെയാണ് പറഞ്ഞത്, അവൻ നിങ്ങളിൽ വസിക്കുക. അടുത്ത് വരിക മാത്രമല്ല, അകത്ത് കയറുന്ന ഒരനുഭവം. അടുത്ത് വരിക എന്ന് പറയുന്നത് അവനെക്കുറിച്ച് അറിയുവാൻ തക്കണമുള്ള കാര്യമാണ്. ശാസ്ത്രിമാരും പരീശന്മാരും മശിയെക്കുറിച്ച് ധാരാളം അറിഞ്ഞു, അവനെക്കുറിച്ച് അവനെ വേണ്ടി കാത്തിരുന്നു, അതിനുവേണ്ടി റിച്വൽസൊക്കെ ചെയ്തു. പക്ഷേ അവൻ അകത്ത് വന്നപ്പോൾ അവിടെ അകത്ത് അവനില്ലായിരുന്നത് കൊണ്ട് ഒരു പാവം സിമിയോനും ഒരു കന്യയ്ക്ക് മാത്രമേ അത് മനസ്സിലാക്കുവാൻ തക്കണം കഴിഞ്ഞുള്ളൂ, പരിശുദ്ധാത്മാവിനാൽ.
ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ ആ inkling of the Holy Spirit started telling them, this is the Messiah that you have been waiting for in the kingdom of God for a long time. This is the Messiah that you have been waiting for and coming and staying in this temple in order to see. അവർ കണ്ടു. എന്നിട്ടും ചുറ്റുപാടുള്ള ആളുകൾ ആരാണ്ടൊരു വല്യപ്പനും വല്യമ്മയും ഒരു കൊച്ചിനെ കൈപിടിച്ചുകൊണ്ട് പൊറുവിറുക്കുന്നതായിട്ടേ അവർക്ക് മനസ്സിലായുള്ളൂ. അന്ന് അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന് മനസ്സിലായില്ല. കാരണം കർത്താവിൻ്റെ അടുക്കൽ ചെന്നെങ്കിലും അകത്ത് കയറിയില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം അവിടെ അകത്ത് കയറിയില്ല. സോ ലെറ്റ്സ് ഗോ നിയർ ഹിം ഡ്യൂറിങ് ദിസ് ടൈം ഓഫ് ഐസൊലേഷൻ സോ ദാറ്റ് വി ക്യാൻ ക്യാച്ച് ദ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവൻ്റെ ആ സ്വഭാവത്തെ നമ്മുടെ സ്വഭാവമായി ബന്ധിപ്പാൻ. രണ്ട് ഇൻഫെക്ഷൻ സീസണിൽ ആവശ്യമുള്ളത് ഗുഡ് ഇൻഫർമേഷനാണ്. അപ്പോൾ ഗുഡ് ഇൻഫെക്ഷൻ, ഏത് ഇൻഫെക്ഷനെ കുറിച്ച് ഗുഡ് ഇൻഫർമേഷൻ, ഒത്തിരി ഇൻഫർമേഷനാണ്. ഇൻഫർമേഷന് വന്നിപ്പം ഏതാ ശരി ഏതാ തെറ്റെന്ന് അറിയാൻ വയ്യാതെ. പക്ഷെങ്കിൽ ഇത് തന്നെയാണ് ബൈബിളിൽ പറയുന്നത്, അനേക ഉപദേശങ്ങളാൽ ആടി ഉലയുന്ന ഓടയെ പോലെ നിങ്ങൾ ആകരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സത്യവചനം ഇന്ന് അനേകർ വിശ്വാസത്തിൻ്റെ വചനത്തെ വിട്ട് മാറി ഓടിപ്പോകുകയാണ്. ദൈവ സാന്നിധ്യമില്ല എന്ന് പറയുന്നില്ലെങ്കിലും പരമാർത്ഥത്തിൽ ദൈവരാജ്യവുമില്ല, ഹല്ലേലൂയ, നരകമില്ല എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തെ ത്യജിച്ച് കളഞ്ഞ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയാണ്. എന്താണ് കാരണം എന്നറിയാമോ? ദേ ഡോണ്ട് അക്സെപ്റ്റ് ദിസ് ഗുഡ് ഇൻസ്ട്രക്ഷൻ. ദേ ഹാവ് ടേക്കൺ അതർ ഇൻസ്ട്രക്ഷൻസ് അലോങ് വിത്ത് ദിസ്. ഒരിക്കലേ C.S. ലൂയിസ് തന്നെ ഒരിക്കലും ഇപ്രകാരം പറഞ്ഞു, ഗോഡ് വിസ്പേഴ്സ് യു ഇൻ ടു യുവർ കോൺഷ്യൻസ് വെൻ യു ആർ ഇൻ പെയിൻ, ബട്ട് ഹി യൂസസ് എ when you are in luxury, when you are enjoying pleasure, but he uses a megaphone to speak so loud so that you cannot escape in the midst of your pain. നിന്റെ വേദനകളുടെ നടുവിൽ ദൈവം നിന്നെ മെഗാഫോൺ വെച്ച് വിളിക്കുക, നീ അത് മിസ് ചെയ്യത്തില്ല. എന്നാൽ നിന്റെ പ്ലഷേഴ്സിൻ്റെ നടുവിൽ മറ്റ് പല ശബ്ദത്തിൻ്റെ ഇടയിൽ അവൻ്റെ വിസ്പറിനെ നിനക്ക് കേൾക്കാനൊരു വിഷയങ്ങൾ കഴിഞ്ഞെന്ന് വരത്തില്ല. ദൈവമക്കളെ, നമ്മളിൽ പലരും വേദനകൾ കൂടി, രോഗങ്ങൾ കൂടി, പ്രയാസങ്ങൾ കൂടി ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ, അവൻ്റെ വചനത്തിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കുവാൻ, അവൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കിയിരിക്കിയാൽ യേശുവിൻ്റെ സ്വഭാവവും യേശുവിൻ്റെ തേജസ്സും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. പൗലോസ് പറയുകയാണ്, യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്കറിയണം. പക്ഷേ ഞാനത് അറിയുമ്പോൾ അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ കൊണ്ട് ഞാൻ അനുഭവിച്ച് ഞാൻ തീരുകയല്ല. ഹല്ലേലൂയ. ഒരു നല്ല ഉയർപ്പ് എനിക്ക് വെച്ചിട്ടുണ്ട്, ഒരു നല്ല ഭാവി എനിക്ക് വെച്ചിട്ടുണ്ട്. അവൻ്റെ ഉയർപ്പിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയും എനിക്കറിയുവാൻ കഴിയും. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയുവാൻ. ഹല്ലേലൂയ. ലെറ്റ് us come to the good information. ഗുഡ് ഇൻഫെക്ഷൻ, ഗുഡ് ഇൻഫർമേഷൻ. മൂന്നാമത്തേത് ഗുഡ് ഇൻസ്ട്രക്ഷൻ. ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ പലപ്പോഴും നമുക്ക്, ഇൻഫർമേഷൻ നമുക്കിഷ്ടമാണ്. അതല്ല ഞാൻ പറഞ്ഞത്, വരുവാനുള്ള രാജ്യത്തെക്കുറിച്ച്, മണിമാളികകളെക്കുറിച്ച്, സ്വർഗത്തിലുള്ള സ്വർണത്തെക്കുറിച്ച് ഒക്കെ ഇൻഫർമേഷൻ വളരെ നല്ലതാണ്. പക്ഷേ there are some instructions in order to reach that place. ഹല്ലേലൂയ. അത് കഷ്ടവും നിന്ദയും അപമാനമുള്ള മാർഗമാണ്, അത് ഇടുങ്ങിയ വഴിയാണ്. അതിൽ കൂടി അവൻ നമ്മെ ബുദ്ധി ഉപദേശിച്ച് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതൽ മനസ്സിലാക്കണം, അവൻ്റെ കറക്ഷൻ ക്യാമ്പിൽ ഇൻഫർമേഷൻ ഉണ്ട്. ഹല്ലേലൂയ. അവൻ്റെ കറക്ഷൻ ക്യാമ്പിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ബട്ട് യു അൾട്ടിമേറ്റ്ലി യു ഹാവ് ക്രൈസ്റ്റ് dwelling in you. You are not only catching a glimpse of Jesus Christ, but you are receiving the power of the Holy Spirit. എന്താ അതിൻ്റെ ഗുണമെന്നറിയാമോ? വരുന്ന അവസാനത്തെ നാളിൽ രണ്ടാം മരണത്തിൽ നമ്മുടെ മേൽ അധികാരമില്ല. കാരണം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവിനാൽ അവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഈ ശരീരത്തിന് മർത്യതയുണ്ട്. ഇത് കറപ്റ്റബിൾ ബോഡിയാണ്. ഒരസുഖം വന്നാൽ ഇതിനെ ബാധിക്കും. എന്നാൽ ഹല്ലേലൂയ, അവൻ്റെ അടുക്കിലേക്ക് ഈ ഇൻഫെക്ഷൻ്റെ എല്ലാ കാര്യത്തിലും ഉള്ള പോലെ ഇതിനും ഗുഡ് ഇൻഫെക്ഷൻ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഇൻഫെക്ഷൻസ് ആർ നോട്ട്, സം പീപ്പിൾ ആർ നോട്ട് അഫക്റ്റഡ് ബൈ ഇൻഫെക്ഷൻസ്. കാരണം എന്താ? അവർ റെസിസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. അവർക്ക് ആൻറ്റിബോഡീസ് ഉണ്ടായിട്ടുണ്ട്. ഞാനത് തിരിച്ചൊന്ന് ചിന്തിച്ചു. ഇത് തന്നെയാണ് പലപ്പോഴും നമുക്ക് പറ്റിയിട്ടുള്ളത്. നമ്മൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും, നമ്മൾ ആരാധനയ്ക്ക് വരും, വന്നിരുന്നിരുന്നിരുന്ന് ഇതങ്ങ് റെസിസ്റ്റൻ്റ് ആയിപ്പോയി നമുക്ക്. അതുകൊണ്ട് കർത്താവിൻ്റെ ഗുഡ് ഇൻഫെക്ഷൻ, ഹല്ലേലൂയ, കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ ആ വലിയ നേർമ നമുക്ക് വേണ്ടി നൽകുവാൻ അവൻ നമ്മളിലേക്ക് പകരുവാൻ വരുമ്പം എന്താ ചെയ്യുമെന്നറിയാമോ? നമ്മൾ ഓൾറെഡി റെസിസ്റ്റൻ്റായിപ്പോയി. ഹല്ലേലൂയ. ഇന്ന് ഈ ദിവസങ്ങളിൽ ഈ ക്വാറന്റൈൻ ടൈമിൽ ഇരിക്കുമ്പോൾ ഡീറ്റോക്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്.
അല്ലെങ്കിൽ എന്താണെന്നറിയാം, ശരീരത്തിൽ കയറിയ ഈ ഹോമിയോപ്പതിക്കാർ അവരുടെ ഇടയ്ക്കൽ ആളുകൾ ചെല്ലുകയാണെങ്കിൽ ഈ അലോപ്പതി ചെയ്ത് ഒത്തിരി ഇതുണ്ടെങ്കിൽ അവർ ആദ്യം എന്തെന്ന് അറിയാമോ, നമ്മുടെ ശരീരത്തെല്ലാം പോകാൻ വേണ്ടി, അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഡീറ്റോക്സ് എന്ന് പറയുന്നത്. അല്ലാതെ തന്നെ അതെല്ലാം മാലിന്യം എല്ലാം മാറ്റി വെച്ച് പുതുതായിട്ട് അവിടെ ആ മെഡിസിൻ അവർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ പോലെ, ലെറ്റ് ദിസ് ബി എ ടൈം ഓഫ് ഡീറ്റോക്സിഫിക്കേഷൻ. ഹല്ലേലൂയ. റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്ന അനുഭവം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ദൈവവചനം കേൾക്കുമ്പോൾ അകം കത്തുന്ന, എമ്മൗസിലെ ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞ പോലെ അകം കത്തുന്ന ഒരു അനുഭവം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇരുന്ന് എത്ര പ്രസംഗം ഞാൻ ഇതുപോലെ കേട്ടതാണ്, അതിൻ്റെ 3-ാമത്തെ പോയിന്റ് വിട്ടുകളഞ്ഞു, അതും എനിക്കറിയാം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? വി ആർ ബിക്കമിങ് റെസിസ്റ്റൻറ്റ് ടു ദ വേർഡ് ഓഫ് ഗാഡ്. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. നമുക്ക് സെൻസിറ്റീവായിട്ടുള്ളതും നമുക്ക് വേണ്ടിയത് മാത്രം നമ്മൾ സ്വീകരിക്കും, അത് മാത്രം നമ്മൾ എടുക്കും. എന്തനുഗ്രഹമുണ്ട് അതെടുത്തുകൊണ്ട് നമ്മൾ ഓടും ആ ആരാധന കഴിയുമ്പോൾ. എന്നാൽ ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവൻ്റെ രാജ്യത്തിൽ നമ്മെ കൊണ്ടെത്തിപ്പാൻ, അവൻ്റെ നിത്യരാജ്യത്തിൽ നമ്മെ ആക്കുവാൻ, അതിലെ ഇൻസ്ട്രക്ഷനിൽ കൂടി അവൻ നമ്മെ കൊണ്ടുവന്ന് അവൻ്റെ സ്വരൂപത്തോട് രൂപാന്തരപ്പെടുത്തുവാനാണ് അവൻ നമ്മെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആസ് വി കണ്ടിന്യൂ മെഡിറ്റേറ്റിംഗ് upon the principles of the kingdom of God, let us say, Lord, this is a time that you have shut me inside my home. Let this be a time where you will detoxify me, where you will pour out your principles into my life, and let me come closer to you and through you to the kingdom of God. May God bless us. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ രാജ്യത്തിൽ വിടുതലുണ്ട്, സമാധാനമുണ്ട്, സൗഖ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിലാണ് നാം ഇരിക്കുന്നത് ഉള്ള ബോധ്യവും ആ ധൈര്യമുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഇതിൽ പറഞ്ഞിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ, ഇതിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എൻ്റെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിൻ്റെ രാജ്യത്തിൽ ഇത് നടക്കും, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തുള്ള ഒരു വ്യക്തിക്ക് അത് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഞാൻ നിൻ്റെ ഭാരത്തെ മാറ്റി, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്ന നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളാണ്, അവൻ്റെ പ്രോമിസാണ്. അത് ദൈവത്തിൻ്റെ രാജ്യത്തിലുള്ളവർക്ക് അവകാശമാണ്. പ്രാപിപ്പാൻ പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നും പാട്ട് കുഞ്ഞുങ്ങൾ പാടുകയും ദൈവത്തിൻ്റെ വചനം ഇംഗ്ലീഷിൽ ഉള്ള മെസ്സേജ് കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി പകർന്നുകൊണ്ടിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.